നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 49 പരീക്ഷയാണേ. അപ്പോൾ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേ ആണ് ഡേ 49. അപ്പോൾ കുറച്ച് പോർഷൻസേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ കേരള ഗവേണൻസ് എന്നുള്ള കുറച്ച് പോർഷൻ. അപ്പോൾ എന്തായാലും പരീക്ഷയിലോട്ട് പോകാം. എല്ലാവരും പഠിച്ചിട്ട് തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യണേ. മാർക്ക് താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തുടങ്ങാം. ടെൻത്ത് മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 49 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാതിരുന്നത് ആര്? PN റാവു, N മാധവറാവു, KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഉത്തരം എഴുതിക്കോളൂ. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ MN റോയിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. രണ്ടാമത്തെ പ്രസ്താവന, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ്. നാലാമത്തെ പ്രസ്താവന, 1944 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി. അപ്പൊ ഈ 4 പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. മൂന്ന്, ചുവടെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ ആരെല്ലാമാണെന്ന് കണ്ടെത്തുക. ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കൊള്ളു. 4, ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റായ് സാദ്, നന്ദലാൽ ബോസ്, വസന്ത് കൃഷ്ണ വൈദ്യ, പട്ടാഭി സീതാരാമയ്യ. 5, ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സ്ഥിതി സമത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്, പരമാധികാരം. 6, വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ഇത് ഭരണഘടനയിലെ എത്രാമത്തെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളൂ. 7, മാർഗനിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, നിയമനിർമ്മാണ പ്രക്രിയയിലൂടെയാണ് ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി രാഷ്ട്രഭരണത്തിലുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. നാലാമത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. അടുത്ത ചോദ്യം 8, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ നോക്കാം. ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ. എഴുതിക്കോളൂ. അടുത്ത ചോദ്യം 9, ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം? 2005 ഒക്ടോബർ 26, 2006 ഒക്ടോബർ 26, 2006 ഒക്ടോബർ 12, 2016 ഒക്ടോബർ 12. 10, ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജ വ്യാസ്. ബി, ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം നിർഭയ ഭവനാണ്.
സി. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1992 ഡി. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷനാണ് അലോക് റാവത്ത്. അപ്പൊ ഇതിൽ തെറ്റായത് കണ്ടെത്തി എഴുതുക. അടുത്ത ചോദ്യം. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടം. മനസ്വിനി, തേജസ്വിനി, സ്ത്രീ ശക്തി, മീനയുടെ ലോകം. 12. സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയായ കുടുംബശ്രീയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. രണ്ടാമത്തെ പ്രസ്താവന, 1998 മെയ് 17 AB വാജ്പേയി ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മൂന്നാമത്തെ പ്രസ്താവന, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. 13. ICDSന്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാം? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മുകളിൽ പറഞ്ഞവയെല്ലാം. 14. കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. മൈൻസ് ആക്ട് 1952, ഫാക്ടറീസ് ആക്ട് 1950, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986, ദേശീയ ഭക്ഷ്യ സംരക്ഷണ നിയമം 2013. 15. നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2005 ഏപ്രിൽ 12 ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന, രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യ കാര്യക്രം, പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ, ജനനി സുരക്ഷാ യോജന. ഓക്കെ, ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഉത്തരങ്ങളൊക്കെ കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗം അല്ലാതിരുന്നത് ആര്? എ. PN റാവു ആണ്. PN റാവു. 2. ചുവടെ തന്നിരിക്കുന്നതിൽ MN റോയിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇതിലെ തെറ്റായിട്ടുള്ളത് 4 ആണ്. 1945 പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ചത്. 1945. അപ്പൊ 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബി ആണ് ഉത്തരം. ബി. 3. ചുവടെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ ആരെല്ലാമാണെന്ന് കണ്ടെത്തുക. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. 1, 3, 4. 1, 3, 4. ബി ആണ് ഉത്തരം. അക്കാമ ചെറിയാൻ ഇല്ലായിരുന്നു. 3 വനിതകൾ ഉണ്ടായിരുന്ന 3 മലയാളികൾ. അത് ആരൊക്കെ? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. 4. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റായ്സാദ് ആണ്. ഹിന്ദിയിലുള്ള കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യയാണ്. 5. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരത്തെ എന്തു പേരിൽ അറിയപ്പെടുന്നു? പരമാധികാരം. പരമാധികാരം. ഡി. 6. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ഇത് ഭരണഘടനയിലെ എത്രാമത്തെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ബി ആണ്. 51A(G). 7. മാർഗനിർദ്ദേശക തത്വങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ഡി ആണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ സമീപിക്കാവുന്നതാണ് എന്ന് തന്നേക്കുന്നത്. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. 8. ഈ ഒരു കോട്ട് പറഞ്ഞതാരാ? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇതാരുടെ വാക്കുകളാ? ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു. 9. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26 2006 ഒക്ടോബർ 26. 10. ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് സി ആണ്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990 92 90 11. ട്രാൻസ്ജെൻഡേഴ്സ് ആരംഭിച്ച ആദ്യ അയൽക്കൂട്ടത്തിന്റെ പേരെന്താ?
മനസ്വിനിയാണ്. മനസ്വിനി എ. 12 സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയായ കുടുംബശ്രീയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. മുകളിൽ പറഞ്ഞതെല്ലാം ഡി ആണ് ഉത്തരം. 13 ICDSന്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്? ICDSന്റെ പ്രധാന ഗുണഭോക്താക്കൾ മുകളിൽ പറഞ്ഞവരെല്ലാവരും 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ. 14 കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ തെറ്റായത് ബി ആണ്. ഫാക്ടറീസ് ആക്ട് 1948 ആണ് പാസ്സാക്കിയത്, 1948. 15 നവജാത ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 2005 ഏപ്രിൽ 12 ആരംഭിച്ച പദ്ധതി ഏതാ? ജനനി സുരക്ഷാ യോജനയാണ് ഡി. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും. പരീക്ഷ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എപ്പോഴും പറയുന്നതാ, നാളെ ഡേ 50. അപ്പൊ നമ്മൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഡേ 50 ആണ് നാളെ പഠിക്കാനുള്ള പോർഷൻസ് ഞാൻ ടൈം ടേബിൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ സ്റ്റഡി മെറ്റീരിയൽസും ടൈം ടേബിളും എല്ലാം ഒന്നുകൂടെ ഒന്ന് ഇട്ട് തരും. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ളവർ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തേക്കണേ. ഈ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.